നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മുടെ ഭൂമിയിൽ ഒരിടത്തു നിന്ന് താഴേക്ക് ഒരു ഭീകരമായ ആഴത്തിൽ കുഴിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന്? നമ്മളാരും ആ സാഹസത്തിന് മുതിർന്നിട്ടില്ലെങ്കിലും ഒരു കാലത്ത് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പഴയ സോവിയറ്റ് യൂണിയൻ അത് ശരിക്കും പരീക്ഷിച്ചു നോക്കിയിരുന്നു. 1970-കളിൽ അവർ കുഴിക്കുവാൻ തുടങ്ങിയ ആ കുഴിയുടെ ആഴം കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റിന്റെ ഉയരങ്ങളെക്കാളും കടലിലെ ഏറ്റവും ആഴമേറിയ മരിയാന ട്രഞ്ചിന്റെ ആഴങ്ങളെക്കാളും വലുതായിരുന്നു അത്. ഏകദേശം 20 വർഷങ്ങൾ അവർ ഈ കഠിനമായ പ്രയത്നം തുടർന്നു. പക്ഷേ ഭൂമിയുടെ പുറന്തോടിന്റെ 1/3 ഭാഗം വരെ എത്തിയിട്ടാണ് അത് നിർത്തിയത്. നമുക്കൊരു നിമിഷം ചിന്തിച്ചു നോക്കാം, അവർ ആ കുഴി നിർത്തിയില്ലായിരുന്നെങ്കിലോ? നമ്മൾ ഭൂമിയുടെ ഒത്ത നടുക്ക് മുതൽ കേന്ദ്രം വരെ ഒരു കുഴിയെടുത്താൽ എന്ത് സംഭവിക്കും? അവിടെ നമ്മൾ എന്തായിരിക്കും കാണുക? ആ ഭീകരമായ ചൂടും മർദ്ദവും നമ്മളെ എന്തു ചെയ്യും? നമ്മൾ സംസാരിക്കുന്നത് സയൻസ് ഫിക്ഷൻ അല്ല. പുതിയ ടെക്നോളജി ഉപയോഗിച്ച് എന്താണ് നടക്കുന്നതെന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയത് കേട്ടാൽ നിങ്ങൾ തീർച്ചയായും ഞെട്ടും. അപ്പോൾ ഭൂമിക്കടിയിലെ ആ അത്ഭുത ലോകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് പോയി നോക്കിയാലോ? നമ്മൾ പുറത്തിറങ്ങി ഒരു കുഴി കുഴിക്കുവാൻ തുടങ്ങുകയാണ്. ഏകദേശം 50 മീറ്റർ ആഴമെത്തുമ്പോഴേക്കും ചെറിയ ചൂട് അനുഭവപ്പെട്ടു തുടങ്ങും. പുറന്തോടിന്റെ ഉള്ളിലേക്ക് ഓരോ കിലോമീറ്റർ പോകുമ്പോഴും താപനില 25 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കൂടുവാൻ തുടങ്ങും. സാധാരണയായി നമ്മുടെ ഭൂമിയുടെ പുറന്തോടിന് 40 കിലോമീറ്റർ താഴെ മാത്രമേ ആഴമുള്ളൂ. നമ്മൾ മണ്ണും കട്ടിയുള്ള പാറകളും താണ്ടി സ്വർണം പോലെയുള്ള ലോകങ്ങളും ഫോസിലുകളും ഒക്കെ മറികടന്ന് താഴേക്ക് പോകുകയാണ്. ഈ യാത്രയിൽ മനുഷ്യൻ ഉണ്ടാക്കിയ ചില വലിയ നിർമ്മിതികൾ പോലും നമ്മൾ കടന്നുപോകും. പക്ഷേ ഒരു മുന്നറിയിപ്പാണ്, സാധാരണഗതിയിൽ സംരക്ഷണമില്ലാതെ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഭൂമിയുടെ അതിശക്തമായ മർദ്ദവും ചൂടും കാരണം നമ്മൾ ഇതിനോടകം ചതഞ്ഞരിഞ്ഞ് കരിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു മാന്ത്രിക ഡ്രിൽ മെഷീൻ ഉണ്ടെന്ന് സങ്കല്പിക്കാം. എത്ര ചൂടിനെയും മർദ്ദത്തെയും നേരിടുവാൻ കഴിയുന്ന ഒരു അത്ഭുത വാഹനം. ആ വാഹനവുമായി 12.2 കിലോമീറ്റർ ആഴത്തിൽ എത്തുമ്പോഴാണ് മനുഷ്യൻ കുഴിച്ച ചരിത്രത്തിലെ ഏറ്റവും ആഴമേറിയ കോല സൂപ്പർ ഡീപ് ബോർഹോളിൽ നമ്മൾ എത്തുന്നത്. ഇവിടെ ശാസ്ത്രലോകം 200 കോടി വർഷം പഴക്കമുള്ള ജീവികളുടെ ഫോസിലുകൾ വരെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് കുഴിച്ചിട്ടും ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരത്തിന്റെ വെറും 2% മാത്രമാണ് അവർക്ക് കുഴിക്കുവാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാം. ഏകദേശം 40 മുതൽ 50 കിലോമീറ്റർ താഴെ എത്തുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പാറകളുടെ രൂപം മാറുന്നത് കാണാം. നമ്മൾ മാറ്റിലേക്ക് കിടന്നു. ഇവിടുത്തെ താപനില 1300 ഡിഗ്രി സെൽഷ്യസിനും കൂടുതലാണ്. ശരിക്കും ഈ ചൂടിൽ പാറകൾ ഉരുകി വെള്ളം പോലെ ഒഴുകേണ്ടതാണ്. പക്ഷേ ഇവിടെയാണ് ഒരു അത്ഭുതം നടക്കുന്നത്. അതിഭീകരമായ മർദ്ദം കാരണം ഈ പാറകൾ ഉരുകാതെ ചൂടുള്ള ഒരു പശ പോലെ, അതായത് ഉരുകിയ പ്ലാസ്റ്റിക് പോലെ കട്ടിയായി തന്നെ നിലനിൽക്കുന്നു. ഈ കുഴഞ്ഞ വസ്തുക്കൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് വളരെ സാവധാനത്തിൽ മാത്രമാണ് ചലിക്കുന്നത്. ഭൂമിക്ക് ഈ ചൂട് എവിടെ നിന്നാണ് കിട്ടുന്നത്? നിങ്ങൾ ചിന്തിച്ചേക്കാം. പ്രധാനമായും റേഡിയേഷൻ വഴിയും പിന്നെ ഭൂമി രൂപപ്പെടുന്ന സമയത്ത് ഉൽക്കകൾ കൂട്ടിയിടിക്കുന്നതിന്റെ ഭാഗമായുള്ള ചൂടും കാരണമാണ്. ഈ ചൂട് കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു സംശയം വരാം, നമ്മൾ വെറും 12 കിലോമീറ്റർ മാത്രമല്ലേ താഴേക്ക് പോയിട്ടുള്ളൂ? പിന്നെ ഈ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ അറിയുവാൻ കഴിഞ്ഞു? ഇതിന്റെ ഉത്തരം ഭൂകമ്പങ്ങളാണ്. പണ്ടൊക്കെ ആളുകൾ വിചാരിച്ചിരുന്നത് ഭൂമിക്കുള്ളിൽ നിറയെ തീയാണെന്നും അല്ലെങ്കിൽ അത് പൊള്ളയായ ഗോളമാണെന്നാണ്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ ഭൂകമ്പങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ആ ധാരണകളെല്ലാം മാറിയത്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ശബ്ദ തരംഗങ്ങൾ പോലെ ചില തരംഗങ്ങൾ ഭൂമിക്കുള്ളിലൂടെ സഞ്ചരിക്കും. ഇതിൽ പി തരംഗങ്ങൾ ദ്രാവകത്തിലൂടെയും ഖരത്തിലൂടെയും കടന്നു പോകും. പക്ഷേ പി തരംഗങ്ങൾ അല്പം വ്യത്യസ്തമാണ്. അവയ്ക്ക് കട്ടിയുള്ള വസ്തുക്കളിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ. ഈ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എവിടെയൊക്കെയോ എത്തുന്നുണ്ടെന്ന് ശാസ്ത്രലോകം പരിശോധിച്ചു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം അവർ ശ്രദ്ധിച്ചത്. ഭൂമിയുടെ മറുവശത്ത് എസ് തരംഗങ്ങൾ എത്തുന്നില്ല. ഇടയിൽ വെച്ച് അവ അപ്രത്യക്ഷമാകുന്നു. ഇത് തെളിയിച്ചത് ഒരൊറ്റ കാര്യമാണ്. എസ് തരംഗങ്ങളെ തടഞ്ഞു നിർത്തുന്ന ഒരു ദ്രാവക രൂപത്തിലുള്ള ഒരു വലിയ പാളി നമ്മുടെ ഭൂമിക്കിടയിലുണ്ട്. ആ ദ്രാവക പാളിയാണ് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ള ഔട്ടർ കോർ. ഇത് ഉരുകിയ ലോകങ്ങളുടെ ഒരു സൂപ്പാണ്. ഇവിടുത്തെ താപനിലയുടെ ശക്തിക്ക് മുമ്പിൽ മർദ്ദം തോറ്റുപോയി. ഏകദേശം 4400 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ചൂട്. ഈ തിളച്ച ലോക സൂപ്പിന് നമ്മൾ നന്ദി പറയണം. കാരണം ഇതിന്റെ നിരന്തരമായ ചലനമാണ് ഭൂമിക്ക് ചുറ്റുമുള്ള കാന്തിക മണ്ഡലം ഉണ്ടാക്കുന്നത്. ഈ കവചം ഇല്ലായിരുന്നുവെങ്കിൽ
ബഹിരാകാശത്ത് നിന്നുള്ള അപകടകരമായ റേഡിയേഷനുകൾ നമ്മുടെ ഭൂമിയുടെ ജീവൻ മുഴുവനുമായി ഇല്ലാതാക്കുമായിരുന്നു. നിങ്ങൾക്കറിയുമോ, ഈ കാന്തിക മണ്ഡലം ചിലപ്പോഴൊക്കെ നേരെ തലകീഴായി മറയാറുണ്ട്. വടക്കൻ ധ്രുവം തെക്കായും തെക്കൻ ധ്രുവം വടക്കായി മാറും. ഈ മാറ്റങ്ങളെല്ലാം സമുദ്രത്തിന്റെ അടിത്തട്ടിലെ പാറകളിൽ ഒരു ബാർകോഡ് പോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഔട്ടർ കോറിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും മറ്റൊരു തടസ്സത്തിൽ ചെന്ന് മുട്ടുന്നു. നമ്മുടെ ഗ്രഹത്തിന്റെ ഒത്തനടുക്ക് സൂര്യന്റെ ഉപരിതലത്തോളം ചൂടുള്ള ഒരു ഖരലോകഗോളമുണ്ട്. ഇതാണ് ഇന്നർ കോർ. ഇതും ഉരുകിയ ദ്രാവകമാണെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ ഈ കേന്ദ്രത്തിലെത്തുമ്പോൾ തരംഗങ്ങൾ വളയുകയും പ്രതിഫലനമെല്ലാം പഠിച്ചപ്പോൾ ഇത് ഖരമാണെന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ് ഇത്ര ചൂടിലും ഇത് കട്ടിയായിരിക്കുന്നത്? കാരണം ഇതിന്റെ മർദ്ദം അത്രയ്ക്ക് കൂടുതലാണ്, 36 ലക്ഷം മടങ്ങ് അധികം. ഈ ഭീകരമായ മർദ്ദം കാരണം ഇരുമ്പിന്റെ ആറ്റങ്ങൾക്ക് ചലിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അത് ഖരമായി തന്നെ തുടരുന്നു. ഇതിൽ ഏറ്റവും വിചിത്രമായ കാര്യം, ഈ ഇന്നർ കോർ ഭൂമിയുടെ വേഗതയിലല്ല കറങ്ങുന്നത്. അത് സ്വന്തമായി വേഗത കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതാ നമ്മുടെ യാത്രയുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഭൂമിയുടെ കേന്ദ്രത്തിൽ, ഉപരിതലത്തിൽ നിന്ന് 6400 കിലോമീറ്റർ അകലെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയെങ്കിലും ഇപ്പോഴും ഇവിടെ നമുക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളും ഒരു വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. ഈ ഇന്നർ കോറിനുള്ളിൽ മറ്റൊരു ഇന്നർ കോർ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കാന്തിക മണ്ഡലം അടുത്തെപ്പോഴാണ് തലകീഴായി മറയുക? നമ്മളൊരു ക്യൂരിയസിസ് ആയ ജീവിവർഗമാണ്. നമ്മുടെ സ്വന്തം വീടും മുറ്റത്ത് നിന്ന് ഉള്ളിൽ എന്താണെന്ന് ഒഴിഞ്ഞു നോക്കുവാൻ കിഴഞ്ഞു പരിശ്രമിക്കുന്നവർ. അതാണ് ശാസ്ത്രത്തെയും ടെക്നോളജിയും ഇത്രയും മനോഹരമാക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ രഹസ്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.